നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് ബെസൽ ഫങ്ഷൻസ്. അപ്പോൾ അതിന്റെ പ്രോബ്ലംസ് ഒരെണ്ണം സാമ്പിൾ പ്രോബ്ലം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. സോ ഇന്ന് നമ്മൾ അതിന്റെ കൂടുതൽ പ്രോബ്ലംസ് എല്ലാം ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കി പോളിനോമിയൽസും അതെല്ലാം വളരെ ചെറിയ പോളിനോമിയൽസ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ലെജൻഡർ കവർ ചെയ്തു. ബെസലിന് നമ്മളൊരു ക്ലാസ് തന്നെ എടുത്തു. നൗ വി വിൽ മൂവ് ടു ഹെർമൈറ്റ് ആൻഡ് ലഗർ പോളിനോമിയൽ ആൻഡ് എല്ലാത്തിൻ്റെയും കൂടെ ചേർത്തിട്ടുള്ള പ്രോബ്ലംസ് കൂടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി നമ്മൾ ഇങ്ങനെ ഒരു റൂം എല്ലാം സെറ്റ് ചെയ്ത് തന്നെ വൈകുന്നേരങ്ങളിൽ ക്ലാസ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ തന്നെ നല്ല ഡിലേ ആവുന്നുണ്ട്. അതാണ് നമുക്ക് ഇതുവരെ നടക്കാതെ പോയത്. ഓക്കെ, അപ്പോൾ എക്സാം അടുപ്പിക്കുന്ന വരുന്ന സ്ഥിതിക്ക് നമുക്ക് ക്ലാസിന്റെ റെക്കറൻസ് ഒന്ന് കൂട്ടാം കേട്ടോ. ഇങ്ങനെയുള്ള ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. സോ ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ ഫോം ഇതാണ്. സോ വിച്ച് ഈസ് d square y by dx square minus 2x dy by dx plus 2ny equal to 0. ഓക്കെ, ഇതാണ് എൻ്റെ ജനറൽ ഫോം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഏത് പോയിന്റ് ആണോ? ഓർഡിനറി പോയിന്റ് ആണോ, സിംഗുലർ പോയിന്റ് ആണോ? ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് എക്സ് ഈക്വൽ ടു 0. ഇത് നമ്മൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അത് സിംഗുലാരിറ്റിയിലേക്ക് പോകുന്നില്ല. Therefore x equal to 0 is an ordinary point. Is an ordinary point of Hermite differential equation. Okay, നമ്മൾ കഴിഞ്ഞ രണ്ട് പോളിനോമിയൽസ് ഡീറ്റെയിൽഡ് ആയിട്ട് സൊല്യൂഷൻ നോക്കി. അപ്പോൾ ഇവിടെ നമ്മൾ സൊല്യൂഷൻസ് ഡയറക്റ്റ് ആയിട്ട് മാത്രം എഴുതും. സോ ദ സൊല്യൂഷൻ ഈസ് നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുന്നത്? നമ്മുടെ ഫോബീനിയസ് മെത്തേഡ് ഒരു സൊല്യൂഷൻ അസ്യൂം ചെയ്യും. സമ്മേഷൻ സം ആർ ഈക്വൽ ടു 0 to infinity സം കോയിഫിഷ്യന്റ് എ ആർ എക്സ് റേസ് ടു കെ പ്ലസ് ആർ. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇനി എന്താ ചെയ്യുന്നത്? നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കും. നമുക്കതാ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് വേണം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കും. ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഇതെല്ലാം ഈ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ഒരു സീരീസ് ആയിട്ടുള്ളൊരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ആ എക്സ്പ്രഷൻ ഞാനെന്ന് എഴുതാം, സോൾവ് ചെയ്തിട്ടുള്ളത്. സോ വിച്ച് ഈസ് സമ്മേഷൻ ആർ ഈക്വൽ ടു 0 to infinity എ ആർ ഇൻറ്റു കെ പ്ലസ് ആർ മൈനസ് 1 എക്സ് റേസ് ടു കെ പ്ലസ് ആർ മൈനസ് 2 മൈനസ് 2 കെ പ്ലസ് ആർ മൈനസ് n എക്സ് റേസ് ടു കെ പ്ലസ് ആർ ഈക്വൽ ടു 0. ഈ രീതിയിലാണ്. ഇനി അടുത്ത പരിപാടി എന്താ? ലോവസ്റ്റ് പവേഴ്സ് ഓഫ് എക്സ് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ കോയിഫിഷ്യന്റുകളെ ഇക്വേറ്റ് ചെയ്യും. ഇവിടെ ആറിന്റെ വേരിയേഷൻ എങ്ങനെയാണ്? 0 to infinity ആണ്. അപ്പോൾ ആദ്യം ആറിന് 0 കൊടുക്കുക. ലോവസ്റ്റ് പവേഴ്സ് ഓഫ് എക്സ്, കോയിഫിഷ്യന്റ് ഓഫ് എക്സുകളെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെയാണ് പോകുന്നത്. സോ വി ആർ സ്റ്റാർട്ടിങ് അവർ പ്രൊസീജിയർ ഇക്വേറ്റിംഗ് coefficient of lowest power of x. ഓക്കെ, ഇവിടെ അത് ഏതായിരിക്കും? ഇവിടെ ആർ ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും ലോവസ്റ്റ് പവർ എന്ന് പറയുന്നത് k മൈനസ് 2 എക്സ് റേസ് ടു k മൈനസ് 2. ഇതായിരിക്കും നമുക്ക് വരുന്ന ലോവസ്റ്റ് പവർ ഓഫ് എക്സ്. അപ്പോൾ അത് നമ്മളൊന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ഇതാണ്. a0 k into k minus 1 that is equal to 0. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ രണ്ട് സാധ്യതകളാണ് നമുക്ക് അവിടെ വരുന്നത്. We can have k equal to 0 or k equal to 1. Keep in mind k equal to 0 യും k equal to 1 അവിടെ പോസിബിൾ ആണ്. ഓക്കെ, ഇനി അവിടെ ഉള്ളൊരു കാര്യം, നമ്മളിപ്പോൾ അടുത്ത കോയിഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യാണ്. ഇക്വേറ്റിംഗ് ദ കോയിഫിഷ്യന്റ് ഓഫ് നെക്സ്റ്റ് പവർ എന്ന് പറയുന്നത് k minus 2 k minus 1 x raised to k minus 1, equating the coefficient of x raised to k minus 1. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ യു ഹാവ് a1 k plus 1 k equal to 0. ഇവിടെ ഒരു സാധ്യത എന്ന് പറയുന്നത് യു ക്യാൻ ഹാവ് യുവർ k equal to 0 or your a1 equal to 0.
or both 0. അങ്ങനെയുള്ള ഒരു സാധ്യതയാണ് ഇവിടെ വരുന്നത്. k equal to 0, your a1 equal to 0 or both. So ഇനി ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ വീണ്ടും കോയിഫിഷ്യൻസുകളൊക്കെ ഇക്വേറ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ എസ് തമ്മിലുള്ള റിലേഷൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള റിലേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. എ ആർ പ്ലസ് 2 ഈക്വൽ ടു 2 ഇൻറ്റു കെ പ്ലസ് ആർ മൈനസ് എൻ ഡിവൈഡഡ് ബൈ കെ പ്ലസ് ആർ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് ആർ പ്ലസ് 1 ഇൻറ്റു എ ആർ. ഓക്കെ, അതായത് എസ് തമ്മിൽ A1, A2, A3 അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ കണ്ടീഷൻസ് ഓരോന്നായിട്ട് നമ്മൾ കൊടുക്കും. ആദ്യത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കെയുടെ വാല്യൂ 0 ആവാം 1 ആവാതാണ്. അത് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. സപ്പോസ് യുവർ കേസ് 1 യുവർ കെ ഈക്വൽ ടു 0. ഞാനത് ഇവിടെ കൊടുക്കുകയാണ്. സോ ഞാൻ ഈ ആറിന് പകരം ഒരു ഡമ്മി വേരിയബിൾ ഇവിടെ യൂസ് ചെയ്യാണ്. യു ഹാവ് എ 2m plus 1 ഈക്വൽ ടു, അതായത് ഈ വാല്യൂസ് കൊടുത്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പ്രഷൻ ആണ്, which is minus 2 raised to m. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. n minus 1, n minus 3, etc. ഈ രീതിയിൽ കടന്നു പോകും. n minus 2m plus 1, അതായത് ഓഡ് പവേഴ്സ്, സോറി ഓഡ് വാല്യൂസ് ഡിവൈഡഡ് ബൈ 2m plus 1 ഫാക്ടോറിയൽ. ഓക്കെ, ഇതാണ് k equal to 0 കേസിൽ നമുക്ക് വരുന്ന വാല്യൂ. ഇനി ഇവിടെ നമുക്കുള്ള സാധ്യത എന്ന് പറഞ്ഞത് നമ്മുടെ A1 0 ആവാം, A1 0 ആവാതിരിക്കാം. അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ നമ്മൾ പറഞ്ഞു. സപ്പോസ് ഇഫ് അവർ A1 നോട്ട് ഈക്വൽ ടു 0, if A1 not equal to 0, then our solution will look like summation r 0 to infinity AR x raised to, we are discussing the case k equal to 0. So k plus r nu varam just r. So that will look like A0 plus A1x plus A2x square plus etc. ഈ A0, A1, A2 ഒക്കെ നമുക്ക് ഈ റിലേഷൻ ഇന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പ്രഷൻ ആണ്. നമുക്കത് അത്ര പ്രാധാന്യമുള്ളതല്ല, എങ്കിലും പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് നോട്ട് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ജസ്റ്റ് A0 ഇൻറ്റു 1 മൈനസ് 2n by 2 ഫാക്ടോറിയൽ എക്സ് സ്ക്വയർ plus 2 square n into n minus 2 x power 4 upon 4 factorial plus etc. plus നമുക്കൊരു ജനറൽ ടൈം വേണം, minus 2 whole power m n into n minus 2 etc. n minus 2m plus 2 ന്യൂമറേറ്ററിലാണ്. this is divided by this term divided by 2m factorial. ഓക്കെ, തീർന്നിട്ടില്ല. ഇത് എ നോട്ടിൽ തുടങ്ങുന്ന ടേം ആണ്. ദെൻ A1 ഇൻറ്റു പ്ലസ്, ഇത് ഇതിന്റെ സെക്കൻഡ് ടേം ആണ്. ഈ ഒരു സീരീസിന്റെ സെക്കൻഡ് സീരീസ് ആണ്, വിച്ച് ഇസ് ജസ്റ്റ് എക്സ് മൈനസ് 2 ഇൻറ്റു n മൈനസ് 1 ബൈ 3 ഫാക്ടോറിയൽ എക്സ് ക്യൂബ് പ്ലസ് 2 സ്ക്വയർ n മൈനസ് 1 n മൈനസ് 3 ബൈ 5 ഫാക്ടോറിയൽ എക്സ് പവർ 5 പ്ലസ് എക്സെട്ര. അതായത് A1 തുടങ്ങുന്ന ആ ഒരു സീരീസ്, അതിന്റെ ഒരു ജനറൽ ടേം കൂടെ നമുക്ക് ഇവിടെ എഴുതി അവസാനിപ്പിക്കാം. പ്ലസ് മൈനസ് 2 the whole power m n minus 1 n minus 3 etc. n minus 2m plus 1 into x raised to 2m plus 1 divided by 2m plus 1 factorial. So that's it. ഇതങ്ങനെ ഒരു സീരീസ് ആണ് നമുക്കിവിടെ വരുന്നത്. എവിടെയാണ് k equal to 0 എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ കൊടുക്കുമ്പോൾ. ഇനി നമ്മളിവിടെ പറഞ്ഞു A1 0 അല്ലെങ്കിലാണ് ഇതെന്നാണ്. സപ്പോസ് അവർ A1 equal to 0. If A1 equal to 0, then our solution will have the first part only. That is y equal to A0 into 1 minus 2n by 2 factorial x square plus 2 square n into n minus 2 by 4 factorial x power 4 plus etc. plus minus 2 the whole power m n into n minus 2 നമ്മുടെ നേരത്തെ തന്നെ n minus 2m plus 2 divided by 2m factorial. ഞാനൊരു ടേം അവിടെ മിസ് ചെയ്തു ആക്ച്വലി നേരത്തെ. ഇൻറ്റു എക്സ് പവർ 2m എന്നൂടെ ഉണ്ട് ഇവിടെ, ഇൻറ്റു എക്സ് പവർ 2m. ഓക്കെ, സോ സിമിലർലി
here the last term is even powers of x alle, so that should come. Say idine njan endu vilikkunnu first solution ennu vilikkunnu when I put k equal to 0. So this y I am just calling it as y1. Say നമുക്ക് ഇത് പിന്നീട് യൂസ് ചെയ്യണം, അതുകൊണ്ടാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. വാട്ട് ഇസ് ദ കേസ് when the value of k equal to 1? Case 2, value of k equal to 1. Okay, so k value കൊടുത്തിട്ട് നമ്മുടെ ആ സീരീസ് സൊല്യൂഷനിൽ ഡിഫറെന്റ് ആ സൊല്യൂഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോഎഫിഷ്യൻസ് തമ്മിലുള്ള കണക്ഷൻസ് എല്ലാം നമുക്ക് കിട്ടും. ആൻഡ് ദാറ്റ് വിൽ ലീഡ് ടു ദ എക്സ്പ്രഷൻ ar plus 2 equal to 2 into r plus 1 minus 2n by ഹാർട്ട് ചെയ്യേണ്ട ഇതുവരെയുള്ള 1 r plus 3 into r plus 2 into ar. ഓക്കെ, ഇനി നമുക്കിവിടെ r വാല്യൂസ് കൊടുക്കാൻ പറ്റും. സപ്പോസ് ഐ ആം പുട്ടിങ് r വാല്യൂ ഈക്വൽ ടു 1, 3, 5 എക്സെട്ര. ഈ രീതിയിലുള്ള വാല്യൂസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കാണാൻ പറ്റും. 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ a3 വരും. സോ വി ആർ going for the case when a1 equal to 0. So 1 കൊടുത്തു കഴിഞ്ഞാൽ a1 0 ആയി പോകും. a1 0 എന്ന കേസാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ a1 0 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം a1 0 ആയി കഴിഞ്ഞാൽ a3 definitely 0. a3 0 ആയി കഴിഞ്ഞാൽ if you put 3, a5 will be 0. That imply your a1, that is a3, a5 etc, a7 etc, these guys will be 0. If you substitute r equal to 0 to 4, that implies a dummy variable m, a to m will be equal to minus 2 the whole power m, n minus 1, n minus 3 etc, n minus 2m plus 1. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ജസ്റ്റ് എക്സ്പ്രഷൻസേ ഉള്ളൂ. 2m plus 1 ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യവും ഇല്ല. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ കോഎഫിഷ്യൻസ് തമ്മിലുള്ള കണക്ഷൻ. Then finally നിങ്ങളുടെ സൊല്യൂഷൻ ഇങ്ങനെയായിരിക്കും. y will the final solution, that is summation r equal to 0 to infinity ar x raised to k plus r. നിങ്ങളുടെ k വാല്യൂ എന്താണ്? 1 ആണ്. So that will be r plus k plus r. K is 1, so r plus 1. So that will look like a naught x plus a1 x, I'm sorry, a1 0 ആണ്, a3 0 ആണ്. So this will be a2 x cube plus a4 x raised to 5 plus etc. ഈ രീതിയിലുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും, ഒരു സീരീസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്നത്. ആൻഡ് ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഇൻ ടേംസ് ഓഫ് a naught, and the final solution will be y will be equal to, I call it as y2, that is equal to x minus 2 into n minus 1 x square divided by 3 factorial plus 2 square into n minus 1 n minus 3 into x raised to 5 divided by 5 factorial plus etc plus minus 2 the whole power m n minus 1 n minus 3 etc n minus 2m plus 1 x raised to 2m plus 1 divided by 2m minus 1 factorial. Okay, x power 5 ക്ക് ഈ രീതിയിലാണ് വരുന്നത്. So that's it. This is a general solution y2. അപ്പോൾ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും? ഇതിന്റെ കോമ്പിനേഷൻ ആയിരിക്കും. So general solution will be y equal to ay1 plus some by2. Okay, a and b are arbitrary constant, just constants. Okay, ആക്ച്വലി ഇത്രയും കാര്യങ്ങൾ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒട്ടും തന്നെ പ്രാധാന്യമുള്ളതല്ല. മറ്റു പോളിനോമിയൽ പറഞ്ഞതുകൊണ്ട് സിമിലർ മെത്തേഡിൽ നമുക്ക് ഇതും എന്ത് ചെയ്യാൻ പറ്റും, പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സോ ജസ്റ്റ് ഒന്ന് നോക്കി പോയിരുന്നാൽ മതി ഇതിന്റെ കാര്യങ്ങളൊന്നും. ഇതിന്നും ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ല. ഇതിന്റെ പോളിനോമിയൽസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ചോദിച്ചിട്ടുള്ളത്. സോ വി ആർ മൂവിങ് ടു അവർ ഇമ്പോർട്ടന്റ് സെഷൻ വിച്ച് ഈസ് ഹെർമൈറ്റ് പോളിനോമിയൽസ്. ഇനി അങ്ങോട്ട് വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. Hermite polynomials. Okay, so directly I am introducing that polynomial. When we solve that solution,
and putting some restriction, we will get this polynomial hn of x equal to summation r equal to 0 to n by 2 minus 1 raised to r n factorial divided by r factorial n minus 2r factorial 2x whole power n minus 2r. Okay, where the value n by 2 we are used, where n by 2 will be equal to just n by 2. So n is even, and if it is odd, it becomes n minus 1 by 2 if n is odd. Okay, so ഇത് ഓർത്ത് വെക്കേണ്ടതാണ്. hn of x is equal to summation r equal to 0 to n by 2 minus 1 raised to r n factorial by r factorial n minus 2r factorial 2x the whole power n minus 2r. ഓർത്ത് വെക്കാൻ കഴിയുമെങ്കിൽ ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് ഈ ഹെർമൈറ്റ് പോളിനോമിയൽസിനെ ഡിറൈവ് ചെയ്യാം? So very important expression, which is Rodriguez formula. You should remember this formula. Okay, Rodriguez formula for Hermite polynomial, which is hn of x is equal to minus 1 whole power n e raised to x square d by dx power n e raised to minus x square. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ h0 of x വേണമെങ്കിൽ you just substitute n equal to 0. n equal to 0 substitute ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം dn by dx power n this is just 0. You just, this is minus 1 power 0, that is 1. E raised to x square e raised to minus x square വരും. അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 കിട്ടും. So h0 of x is equal to 1. If you want to find h1 of x, എന്ത് ചെയ്താൽ മതി? ഇവിടെ n ന് 1 കൊടുക്കുക, എന്നൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഈ എക്സ്പ്രഷൻ വളരെ പ്രധാനമാണ്, ഓർത്തിരിക്കുക. കാര്യം നിങ്ങൾ ഈ പോളിനോമിയൽസ് ഒന്ന് രണ്ടെണ്ണം ഓർത്തിരിക്കുന്ന അത്രയും നല്ലതാണ്. നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിലും നമുക്കിത് പഠിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്. എവിടെയാ? ഹാർമോണിക് ഓസിലേറ്ററിൽ. സോ അവിടെ നിങ്ങൾ മറന്നുപോയാൽ റോഡ്രിഗസ് ഫോർമുല വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ ഡിറൈവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സോ h1 of x is just 2x. h2 of x is 4x square minus 2. h3 of x is 8x cubed minus 12x. h4 of x 16x power 4. നമുക്ക് പിന്നീട് ഒരു പർപ്പസിന് വേണം. സോ 48x cube x square plus 12. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓഡ് വാല്യൂസ് ഓഫ് n ഇതെല്ലാം ഓഡ് ആയിരിക്കും. ഈവൻ വാല്യൂസ് ഓഫ് n it will be an even function. So hn of x, this is equal to an even function when n is even, and it is an odd function when n is odd. Okay, n odd ആയി കഴിഞ്ഞാൽ hn of x is also odd. So now we'll go to Rodriguez formula, generating function. Generating function. Okay, so direct ആയിട്ട് ഞാൻ എക്സ്പ്രഷൻ എഴുതാം. e raised to 2zx minus z square, that will be equal to summation n equal to 0 to infinity. സാധാരണഗതിയിൽ നിന്ന് വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കുക. hn of x by n factorial z power n. അതായത് ഈ ഫംഗ്ഷന്റെ എക്സ്പാൻഷനിൽ z raised to n ന്റെ കോയിഫിഷ്യന്റ് hn of x by n factorial ആയിരിക്കും. That is coefficient of z raised to n in the expansion of
ആര് e raised to 2zx minus z square is അതെന്താണ് hn of x by n factorial ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരു n ഫാക്ടോറിയലും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്, അത് ഓർമ്മിക്കുക. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് hn of x. ഓക്കെ, so another important thing is orthogonality of this function. Orthogonality, listen, the orthogonality, that is minus infinity to plus infinity e raised to minus x square hn of x hm of x dx will be equal to, ഇവിടെ നോക്കുക, ഇവിടെ ഒരു വെയിറ്റ് ഫാക്ടർ വന്നിട്ടുണ്ട്, കണ്ടല്ലോ, ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി, that will be equal to 2 raised to n factorial root pi delta mn. Okay, so this is the orthogonality of our Hermite polynomial. Now the recurrence relations. Recurrence relations. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു 5 പ്രധാനപ്പെട്ട റിലേഷൻസ് ഉണ്ട്. So the first one is hn prime of x equal to 2n hn minus 1 of x. That is derivative of the Hermite polynomial is related like this. So 2x hn of x will be equal to 2n hn minus 1 of x plus hn plus 1 of x. The third one, hn prime of x equal to 2x hn of x minus hn plus 1 of x. Okay, ആദ്യത്തേത് ഡെറിവേറ്റീവ് ആണ് 2n hn minus 1 of x. അടുത്ത നിങ്ങൾ നോക്കുക, n minus 1 n plus 1, അതായത് ഓരോ നെക്സ്റ്റ് ആയിട്ടുള്ള പോളിനോമിയലുള്ള 0 1 2 അങ്ങനെയുള്ള റിലേഷൻസ് എല്ലാം വരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഒരു ഡെറിവേറ്റീവ് ഒരു ഗിവൺ പവർ അതിനേക്കാളും ഒന്ന് കൂടിയ പവർ അല്ല, പോളിനോമിയൽ ഓർഡർ, അങ്ങനെ വരുന്ന കേസിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. സോ ഇഫ് യു വാണ്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് യു ക്യാൻ ഗോ ഫോർ ദിസ് ഓൾസോ. hn double prime of x minus, this is minus 2x hn prime of x plus 2n hn of x, this is equal to 0. Second derivative, first derivative, and there is no derivative. hn double prime of x minus 2x hn prime of x plus 2n hn of x is equal to 0. And finally we have the last relation similar to our Bessel function, which is hn of x, hn of minus x equal to minus 1 raised to n hn of x. നമ്മൾ ബെസലിൽ കണ്ട എന്താണ്, ജെ, ഇവിടുത്തെ ബെസലിന്റെ കേസിൽ നമ്മൾ കണ്ടത് ജെ മൈനസ് ഓഫ് എക്സ്, ജെ മൈനസ് എൻ ഓഫ് എക്സ് ആണ്, അതിനാണ് ഈ റിലേഷൻ. ഇവിടെ hn ഓഫ് മൈനസ് എക്സ് ആണ്, എക്സിനാണ് നെഗറ്റീവ്, അവിടെ എന്നിനായിരുന്നു നെഗറ്റീവ്. ഓക്കെ, സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇതിന്റെ പ്രോബ്ലം നമുക്ക് കളക്ട് ചെയ്ത് ചെയ്യാം. നമുക്ക് ആദ്യം ലാഗർ പോളിനോമിയലും അതിന്റെ പ്രോപ്പർട്ടികളും കൂടെ ഒന്ന് കളക്ട് ചെയ്യാം. ഓക്കെ, സോ ലാഗർ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, സോ എല്ലാ ഈ നമ്മൾ എങ്ങനെയാണോ ലഗർ പോളിനോമിയൽസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പഠിക്കുന്നത്, ഈ ഒരു ട്രെൻഡിൽ നിങ്ങൾ ബാക്കിയെല്ലാം പഠിച്ചാൽ മതി കേട്ടോ. നമ്മൾ ബാക്കി പ്രൂഫുകളും മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിലതിൽ, അതൊന്നും അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. സോ ദിസ് ഇസ് ജസ്റ്റ് എക്സ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 1 മൈനസ് എക്സ് dy by dx plus ny equal to 0. So this is the Laguerre differential equation. X second derivative of y d square y by dx square 1 minus x dy by dx plus ny equal to 0. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ x is equal to 0 will be a singular point. Is a singular point.
of Laguerre differential equation. Singular point ഒന്നും ആരും മറന്നു പോയിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. So the solution, നമ്മുടെ usual method തന്നെയാണ്. നമുക്ക് സൊല്യൂഷനിലേക്ക് ഒന്ന് പെട്ടെന്ന് നോക്കാം. Solution, first you have to assume a solution. Summation r equal to 0 to infinity. I'm sorry, this time I'm going for some n. Zero to n minus 1 raised to r n factorial divided by n minus r factorial square x raised to r minus 1 raised to r n minus r factorial square x raised to r. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. സോ ഇവിടെ നമുക്ക് അധികം റെക്കറൻസ് റിലേഷൻസോ മറ്റൊന്നും ഓർക്കണ്ട. ജസ്റ്റ് ഗോ ഫോർ റോഡ്രിഗസ് ഫോർമുല. എങ്ങനെയാണ് ഈ പോളിനോമിയൽസ് നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? സോ ഗോയിങ് ഫോർ റോഡ്രിഗസ് ഫോർമുല. സോ ദിസ് ഇസ് വെരി സിമ്പിൾ. ln of x, ഹൈഡ്രജൻ ആറ്റത്തിൽ നിങ്ങൾ ഇയാളെ കാണും. ആരെ? Laguerre polynomial, which is e raised to x by n factorial d by dn by dx raised to n and x raised to n e raised to minus x. So നിങ്ങൾ ഈ രീതിയിൽ സോൾവ് ചെയ്താൽ മതി. e raised to x by n factorial, nth derivative of x raised to n e raised to minus x. So remember these things. L0 of x is just 1. L1 of x is just 1 minus x. L2 of x is just 1 by 2 x square minus 4x plus 2. നോക്കിക്കോണേ. L3 of x cross check ചെയ്തോണേ. ഞാനിത് cross check ചെയ്തിട്ടില്ല. L3 of x, just using this formula we just cross check, which is 1 by 6 into minus x cube plus 9x square minus 18x plus 6. That's it. So ഇത്രയും മതി. കൂടുതൽ ഓർഡറുകൾ നിങ്ങൾക്ക് ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ you can just solve that Rodriguez formula. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 0 ആകുമ്പോൾ 1 ആണ്. അതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. L1 of x വന്നപ്പോൾ അതൊരു ഓഡ് ഫംഗ്ഷൻ ആയിട്ട് മാറി. L2 of x നോക്കിക്കേ, എന്താ L2 of x ന്റെ ട്രെൻഡ്? which is just 1 by 2 x square ഈവൻ ആണ് minus 4x ഓഡ് ഫംഗ്ഷൻ ആണ് plus 2. അപ്പൊ ഇത് ഓഡോ ഈവൻ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് അടുത്തത് നോക്കിയേ, minus x cube plus 9x square minus 18x plus 6 അങ്ങനെ പോവാം. So this is an important point. Laguerre polynomials are neither even or odd. Laguerre polynomials are neither even nor odd. Function of x, we cannot say. Okay, now two more important thing you are waiting, which is generating function. Generating function, which is e raised to minus xz divided by 1 minus z. Okay, this is a generating function. This is equal to summation n equal to 0 to infinity z raised to n ln of x. അതായത് ഈ ഫംഗ്ഷന്റെ എക്സ്പാൻഷനില് z raised to n ന്റെ കോയിഫിഷ്യന്റ് ln of x ആയിരിക്കും. ഞാനത് ഇവിടെ വീണ്ടും പറയുന്നില്ല. ഇതിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ z raised to n ന്റെ കോയിഫിഷ്യന്റ് ln of x ആയിരിക്കും. Keep that in mind. And also remember n value running from 0 to infinity only positive values. Okay. Now finally orthogonality. So that will gives you 0 to infinity. ഇവിടുത്തെ വെയിറ്റ് ഫാക്ടർ e raised to minus x ആണ്. ln of x, lm of x dx is just delta m. That's it. So ഇത്രയാണ് നമുക്ക് ഈ പോളിനോമിയൽസിന്റെ കേസിൽ ഓർത്തിരിക്കേണ്ട റിസൾട്ടുകൾ. Okay, now we will go to the problems.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഓടിച്ച് നോക്കിക്കേ വേഗത്തിൽ. Okay, hope you can see this problem. It's a CSIR December 2012. ഇതുവരെ ചെയ്ത നമ്മുടെ പഠിച്ച സ്പെഷ്യൽ ഫംഗ്ഷൻസ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഈ വന്നിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദ ഗിവൺ ഗ്രാഫ് റെപ്രസെന്റ്? ബെസൽ ഫംഗ്ഷൻ ഓഫ് ഓർഡർ 0 cos x e raised to minus x cos x by x. It seems to be cos x. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഓരോന്നും നമുക്ക് അറിയാവുന്ന ആൾക്കാരെ നമുക്കൊന്ന് വരച്ചു നോക്കാം. വാട്ട് അബൌട്ട് ദ cos x? Cos x will start from 1 and it is continuously oscillating and it goes like this without any change in amplitude. This is cos x with x. അപ്പോ ആ ഓപ്ഷനിൽ തന്നെ നമുക്ക് നോക്കാം. e raised to minus x ന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം താഴോട്ട് വരുന്ന ഒരു രീതിയിലാണ് ആ ഒരു ഫംഗ്ഷൻ നിൽക്കുന്നത്, e raised to minus x ന്റെ ഗ്രാഫ്. സോ now it will come like this. ഈ രീതിയിലായിരിക്കും അത് പോകുന്നത്, ഡോമിനേറ്റ് ചെയ്യുന്ന e raised to minus x ആയതുകൊണ്ട് തന്നെ. സോ എനിവേ അവിടെ നിങ്ങൾ 1ൽ സ്ട്രൈക്ക് ചെയ്യും, കാര്യം അവിടെ x ന് നിങ്ങൾ 0 എടുത്തു കഴിഞ്ഞാൽ you get 1. So this is e raised to minus x cos x. Graph will look like this. Cos x by x ആണെങ്കിലോ നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് കുറച്ച് ഓസിലേറ്റ് ചെയ്ത് കുറഞ്ഞു പോകണം. ആൻഡ് one thing you have to remember, cos x by x ആവുമ്പോൾ at x is equal to 0 function will shoot to infinity. അപ്പോൾ അത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. And that will goes like this and decreasing amplitude that will go. Okay, definitely ഈ ഗ്രാഫ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. This is j0 of x എന്ന് നമുക്കറിയാം. So what about the Bessel function solution? Jn of x is equal to some a0 summation r equal to 0 to infinity minus 1 raised to r divided by r factorial n plus r factorial x by 2 whole power n plus 2r. ഇതാണ് നമ്മുടെ ബെസൽ ഫംഗ്ഷൻ. ഇവിടെ നിങ്ങൾ j0 of x കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? 1 minus x square by 2 square minus x cube. So okay, I'm sorry, I'm not remembering that properly. Something like this, some function like this. Okay, അവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഈ ബെസൽ ഫംഗ്ഷന്റെ സീറോസ് വരുന്ന പോയിന്റുകൾ, ഒന്ന് സീറോസ് ഓഫ് ബെസൽ ഫംഗ്ഷൻ, സീറോസ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് 2.4 സംതിങ്ങിലാണ് വരുന്നത്, 2.4 സംതിങ്ങില്. മറ്റൊന്ന് വരുന്നത് 5.5 സംതിങ്ങിലാണ്. നെക്സ്റ്റ് വൺ 8.6ലാണ് സീറോസ് വരുന്നത്. അതിവിടെ നിങ്ങൾ നോക്കിയേ, ഇതെവിടെയൊക്കെയാ സീറോ സ്ട്രൈക്ക് ചെയ്യുന്നത്? ഒരു പോയിന്റ് ഇതാ, അത് 2 കഴിഞ്ഞ് 3ക്ക് കിടക്കാം. അടുത്ത 5ലാണോ നോക്കുക, ദാ ഇവിടെയാണ് അടുത്ത സീറോ സ്ട്രൈക്ക് ചെയ്യുന്നത്, അത് 5നും 6നും കിടക്കുക. അടുത്ത സീറോ നിൽക്കുന്നത് ഇത് ഇവിടെയാ. ഓക്കെ, അത് നമുക്ക് ഓർത്ത് വെക്കാനൊന്നും പറ്റിയല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, കാണാതെ പഠിച്ചു വെക്കണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബെസൽ ഫംഗ്ഷൻ ഓഫ് ഓർഡർ 0, സീറോത്ത് ഓർഡർ. ഓക്കെ, j1 of x ൻ്റെതും നമ്മൾ തന്നിട്ടുണ്ട്. ഇനി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫ് ഒക്കെ ഡെസ്മോസ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ആപ്പ് ഉണ്ട്, അതിലൊക്കെ വരച്ചു നോക്കാം ബെസൽ ഫംഗ്ഷൻസിന്റെ മറ്റ് ഷേപ്പുകളൊക്കെ എങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൗ. Okay, so this is the second one. This is 2013 CSIR. Given that hn of x t power n by n factorial equal to e raised to minus t square plus 2t x, what is the value of h4 of 0? ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. So it's very simple one. എന്താണ്? summation n is equal to 0 to infinity. Let me make it. Okay, 0 to infinity hn of x t raised to n by n factorial. അവരെന്താടാ തന്നിരിക്കുന്നത്? അവർ തന്നിരിക്കുന്നത് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണ്, ടി സ്ക്വയർ പ്ലസ് 2tx. നമ്മൾ നേരത്തെ ഇസഡിൽ എഴുതിയെന്നേ ഉള്ളൂ, ഇവിടെ ടിയിൽ തന്നിരിക്കുന്നു. നമുക്ക് വേണ്ടത് h4 of 0 വേണം, അതായത് n-ന്റെ വാല്യൂ 4 ആണ്. ആൻഡ് വി ഹാവ് അവർ x is equal to 0. സോ ആദ്യം തന്നെ യു ജസ്റ്റ് പുട്ട് x is equal to 0 in the above expression. അപ്പോൾ എന്ത് വരും? summation n equal to 0 to infinity hn of 0 t raised to n by n factorial
equal to e raised to minus t square. അങ്ങനെ വന്നു. എന്താണ് e raised to x ന്റെ എക്സ്പ്രഷൻ? e raised to minus x ന്റെ എക്സ്പ്രഷൻ 1 minus x plus x square by 2 factorial minus x cube by 3 factorial and so on. ഈ x ന് പകരം ഇവിടെ നിൽക്കുന്ന ആരാടാ? ടി സ്ക്വയർ എന്നേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ഇതിന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? 1 മൈനസ് എക്സിന് പകരം ടി സ്ക്വയർ കൊടുക്കുക, ടി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആകുമ്പോൾ ടി പവർ 4 by 2 factorial minus t raised to 6 by 3 factorial and so on. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കിക്കേ, ഒരു സീരീസ് അല്ലേ ഇടാ നിൽക്കുന്നത്. എന്നിന്റെ വാല്യൂ 1 2 3 എഴുതി കഴിഞ്ഞാൽ ദിസ് വിൽ ബി എ സീരീസ്. നമുക്കിവിടെ വേണ്ടത് h4 ആണ്. അപ്പോ നിങ്ങൾ n-ന് 4 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? ടി പവർ 4 വരും ആൻഡ് സംതിങ് എൽസ് അല്ലേ. അപ്പോ n-ന് 4 കൊടുക്കുന്നു ആൻഡ് ഇക്വേറ്റിംഗ് put n equal to 4 and equating coefficients of t power 4. അപ്പൊ എന്താടാ ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ h4 of 0 by 4 factorial t power 4 ആ കോഎഫിഷ്യന്റ് ആണത്. ഇവിടെ t യുടെ പവർ 4 ന്റെ കോഎഫിഷ്യന്റ് 1 by 2 factorial ആണ്. So that imply h4 of 0 4 factorial by 2 factorial will be 4 into 3. That is just 12. The answer option A. Option A is the answer. 5 മാർക്കിന് പോരും ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഓക്കെ, സോ CSIR ഒരു ക്വസ്റ്റ്യൻ കൂടെ എടുത്തിട്ടുണ്ട് ഞാൻ. f of x equal to this satisfy the differential equation. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാണ്? ആദ്യം നിങ്ങൾ നോക്കുക, ആ ഫംഗ്ഷൻ നമ്മൾ പഠിച്ച സ്പെഷ്യൽ ഫംഗ്ഷനിൽ ആരുമായിട്ടാണ് ബന്ധമുള്ളത്. നോക്കിയേ നിങ്ങൾ, നമ്മൾ jn of x പഠിച്ചു, which is nothing but summation r equal to 0 to infinity minus 1 whole power r divided by r factorial n plus r factorial x by 2 whole power n plus 2r. ഇങ്ങനെയാണ് നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാണ്? എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ വൈ ഈക്വൽ ടു 0. സോ ദിസ് വിൽ സാറ്റിസ്ഫൈ ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ആറും എന്നെല്ലാം ഡമ്മി വേരിയബിൾസ് ആണ്. ഓക്കെ, യു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഈ എക്സ്പ്രഷനിലാണ്, jn of x ന്റെ എക്സ്പ്രഷനിലാണ്. ഇൻ jn of x you just substitute your n equal to 1 and put your r equal to n. എന്നാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. നോക്കിക്കേ, you will get I am taking equation 1. Okay, so equation 1 will become, you just put your r is n, that therefore, and your n is 1, and that will be j1 of x, that will be, or I am just putting n itself, that equal to, on right hand side you just put r equal to n, therefore n equal to 0 to infinity minus 1 raised to r equal to n divided by r equal to n factorial r plus n, r equal to n, r ന് വരെ ഞാൻ n കൊടുത്തു and n ന് വരെ 1 കൊടുക്കുക, that's it, factorial divided by x by 2 n plus 2r, n ന് വരെ 1 കൊടുക്കുക, that is 1 plus 2r, r ന് വരെ n കൊടുക്കുക, that is 1 plus 2n. ഇതേ സാധനം അല്ലാതെ ആയി കിടക്കുന്നത് x by 2 2n plus 1 minus 1 raised to n, n factorial n plus 1. അപ്പൊ ഇതെന്താ സാധനം? this is just ആരാ? ബെസൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതിൽ ഏതാണെന്ന് നോക്കിയാൽ മതി. ഇവിടെ നിങ്ങൾ നോക്കുക, യു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് യുവർ വാല്യൂ ഓഫ് n equal to 1. അപ്പൊ ഇതേ പാറ്റേണിലുള്ള സാധനത്തിൽ n equal to 1 വന്നാലുള്ളത് ഏതാണെന്ന് നോക്കുക. എക്സ് സ്ക്വയർ ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഡി എഫ് ബൈ ഡി എക്സ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇവിടെ പ്ലസ് 1 നോക്കണ്ട, ഇത് നോക്കാം, പക്ഷെ ഇവിടെ നെഗറ്റീവ് ആയിട്ട് ഇത് നോക്കണ്ട. സോ ദിസ് വിൽ സാറ്റിസ്ഫൈ.
So option C is the answer. Okay. So that's it. അപ്പോൾ ഈ രീതിയിൽ സൊല്യൂഷൻ നോക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റും. കണ്ടല്ലോ ക്വസ്റ്റ്യൻ വരുന്നത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോം അറിഞ്ഞിരിക്കണം. പിന്നെ ഈ ജെ എൻ ഓഫ് എക്സ്, പി എൻ ഓഫ് എക്സ്, അങ്ങനെയെല്ലാം ഞാൻ തന്നിട്ടുണ്ടല്ലോ എക്സ്പ്രഷൻ, അതും അറിഞ്ഞിരിക്കണം. എന്നാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇനിയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കുറച്ച് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ക്വസ്റ്റ്യൻ വായിച്ചു തരാം. ഞാൻ അതിനെ സ്ക്രീൻഷോട്ട് ആക്കി വെച്ചിട്ടില്ല. സോ സം സിമ്പിൾ ക്വസ്റ്റ്യൻസ്. I can label it as the fourth one, right? The value of 0 to 1 x j1 of x square dx is option 1 j2 of 1 whole square, option 2 0, option 3 j2 of 1 whole square by 2, option 4 none of this. Okay, so this is something related to ഇങ്ങനെയെല്ലാം വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എപ്പോഴും ഓർത്തോഗണാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കണം. അപ്പോൾ ഇവിടെ ഒരു ബെസൽ ഫംഗ്ഷൻ ആണ്, വേർ ജെ1 ഓഫ് എക്സ് ഇസ് എ ബെസൽ ഫംഗ്ഷൻ. സോ ബെസലിന്റെ ഓർത്തോഗണാലിറ്റി എന്താണ്? 0 to 1 x jn alpha x jn beta x dx, that is equal to jn plus 1 alpha square by 2. ഇതാണ് അല്ലേ? ഇനി നമ്മുടെ കേസ് നോക്കാം. 0 to 1 x is there, j1 of x, j1 of x, അതാണ് j1 of x സ്ക്വയർ. അവിടെ തീർന്നില്ല കേട്ടോ, ഇവിടെ ഡെൽറ്റ ആൽഫ ബീറ്റ എന്നൂടെ ഉണ്ടായിരുന്നു. Okay. So alpha equal to beta യിലാണ് ഇതിന് വാല്യൂ ഉള്ളത്. So both are same. എന്താണ് ഇവിടുത്തെ വാല്യൂ? നിങ്ങൾ നോക്കുക, j1 of x, which means your alpha value is just 1. That's it. And also n ന്റെ പ്ലേസിലും 1 ആണ് നിൽക്കുന്നത് അല്ലേ? n ന്റെ പ്ലേസിലും 1 ആണ് നിൽക്കുന്നത്. So your n value is also 1. So you get jn plus 1, that is j1 plus 1 alpha, you just get 1 square by 2, that is equal to j2 of 1 square by 2, which is option 3. Okay. Next one is a gate question. Fifth one. j2 of x is equal to option A j1 of x minus j0 of x, option B 2j1 of x minus j0 of x, option C 2 upon x j1 of x minus j0 of x, and the final one option D 2 upon x square j1 of x minus j0 of x. That's it. Okay, so ഇവിടെ നിങ്ങൾ നോക്കുക, you are required to find j2 of x is equal to, ഇവിടെ നിങ്ങൾ ഓപ്ഷൻ കൂടെ പെട്ടെന്ന് ചിന്തിക്കുകയാടാ, നോക്കിയാടാ, j2 1ഉം 0യിലും ആണ് എല്ലാ എന്നും നിൽക്കുന്നത്, കണ്ടോ? അപ്പോൾ നിങ്ങൾ ഇത് റെക്കറൻസ് റിലേഷനിൽ അടുത്തടുത്തുള്ള ഓർഡറുകൾ കിട്ടുന്ന രീതിയിലുള്ള റെക്കറൻസ് റിലേഷൻസ് ഒന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെയുള്ള ഒരെണ്ണം ഉണ്ട്, ഏതാണ്? 2n jn of x അല്ലേ? 2n jn of x എന്ന് പറയുന്നൊരു ഇതുണ്ട്, which is equal to 2n jn of x is equal to x into jn plus 1, I'm sorry, jn minus 1, let me correct it, jn minus 1 plus jn plus 1 എന്നാണ് റിലേഷൻ. 2n jn of x is equal to x into jn minus 1 plus jn plus 1. ഇനി നിങ്ങൾക്ക് ഈ 3 1ഉം 0യും 2ഉം ഇതിൽ വരണം. ഓക്കെ, അപ്പോ നിങ്ങൾ എന്നിന് ഏത് വാല്യൂ കൊടുക്കും? ദാ ഇവിടെ നിങ്ങൾ നോക്കുക, എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ദാ ഇതിൽ 0 ആയി പോവും, ഇതിൽ നിങ്ങൾക്ക് 2 കിട്ടും, ഇതിൽ 1ഉം കിട്ടും. സോ ജസ്റ്റ് പുട്ട് യുവർ n equal to 1. So 2 into 1 j2 of x equal to x into j0 plus j2.
നമുക്ക് വേണ്ട j2 of x അല്ലേ? So x കൊണ്ട് നമുക്ക് ഇവിടെ ആദ്യമേ ഡിവൈഡ് ചെയ്യാം. So 2 upon x, I'm sorry, this is j1. n ന്റെ വാല്യൂ 1 അല്ലേ? So this is j1 minus j0. So 2 by x, j1 of x minus j0. This is the answer. The option again, option C. Okay. So that is also okay. Next one is 6th question, right? Again, it's a gate and it is a Bessel function question. 6th one. 2j1 prime of x is equal to, okay, I'm putting like this option, j0 of x minus j2 of x, b j1 of x minus j0 of x, option c j0 of x minus j3 of x. Okay, in the answer under j3 and j3 of x, and option 4 is just none of this. Appo j prime varuna first derivative varuna recurrence relations eduthan pore, അങ്ങനെയുള്ള രണ്ടെണ്ണം ഉണ്ട് നമ്മുടെ കയ്യിൽ. So this is just 2n jn prime of x equal to jn minus 1 of x minus jn plus 1 of x. Okay. And I am substituting എനിക്ക് 1 ആണ് വേണ്ടത്. So I am just putting n equal to 1. So 2j1 prime of x equal to jn 1 കൊടുത്തു കഴിഞ്ഞാൽ this will become 0, j0 of x minus n 1 കൊടുത്തു കഴിഞ്ഞാൽ this is just 2. ശരിയാവില്ലല്ലോ. jn minus 1. Let me check the recurrence relation. 1 minute. ബെസ്സലിന്റെ recurrence relations 7 നമ്മൾ എഴുതിയിട്ടുണ്ട്. Two jn prime of x is jn minus 1 minus jn plus 1. So if you substitute this, okay, let me jn plus 1. This is not j3. I'm sorry. The options in under teacher. Sorry for that. Bessel recurrence relation ഇങ്ങനെയല്ലേ? 2n jn prime of x is equal to jn minus 1 and minus jn plus 1. അങ്ങനെയാണ് relation. So this should be j2 of x. So if you put n equal to 1, this definitely j2 of x. So this is a relation. So comment n illa, n is there, I think. Which one? The fourth one. 2. I'm sorry. This one, right? Thank you, Vibul. Thank you. There should be 2 jn prime of x. So you should put n equal to 1. എന്നാലേ ഇത് കിട്ടുള്ളൂ. Okay. ഇവിടെ n ഇല്ല. അതെനിക്ക് ഞാൻ ഇവിടെ എഴുതിയ തെറ്റാ. So 2j prime of x is equal to this. That's it. Correct. Now question number 7. Okay, it's a just question. The coefficient of the question വായിക്കാം. The coefficient of z raised to minus 3 in the expansion of e raised to
x by 2 into z minus 1 by z is option A, J3 of x, option B, J3 of naught, option C, J3 of minus x, and option D is minus J3 of x. Simple question ആണ്, ഒരു മാർക്കിന് കണ്ടുള്ള question. നമുക്കറിയാം ഇത് ആരുടെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണെന്ന് അറിയണം, എന്നാലേ ഇത് ചെയ്യാൻ പറ്റൂ. ബെസൽ ഫംഗ്ഷന്റെ ആണ്. അതെങ്ങനെയാ വരുന്നത്? e raised to x by 2 into z into 1 minus z will be equal to summation minus infinity to plus infinity z raised to n jn of x. പക്ഷെ ഇവിടെ മൈനസ് കയറി വരുന്നുണ്ട്. ഓക്കെ, so we have to use the seventh recurrence relation. എന്താണ് seventh recurrence relation നോക്കിക്കേ, which is j minus n of x equal to minus 1 whole power n jn of x. It's very important relation. J minus of x equal to minus 1 power n jn of x. This one. Okay. കാര്യം നമുക്കിവിടെ നെഗറ്റീവ് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അതായത് നിങ്ങളിതാ ഈ ഫംഗ്ഷൻ എക്സ്പാൻഡ് ചെയ്തിട്ട് ആ എക്സ്പാൻഷനിൽ z raised to minus 3 നോക്കിക്കഴിഞ്ഞാൽ അതെന്തായിരിക്കും? j of minus 3 ആയിരിക്കും. Okay, so if you substitute that here, j of minus 3 of x will be equal to minus raised to 3, your n is just 3, so which is j3 of x. So j of minus 3 of x will be equal to minus j3 of x. That's it. So which is j3, option 4. Okay, so this recurrence relation you should remember. ഇങ്ങനെയുള്ള നെഗറ്റീവ് പവേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും പോസിറ്റീവ് ടേമിലേക്ക്. ഓക്കെ, another question, ഒരെണ്ണോടെ തരാം, an exercise question. What about say free question? J of minus 2 of x is dash. എന്താണ്? എന്തായിരിക്കും? J minus n of x equal to minus 1 power n jn of x. So j of minus 2 of x will be equal to minus 1 power 2 j2 of x. This is just j2 of x. Okay. Next, eighth one, which is d by dx of x cube j3 of x is equal to option x square j2 of x, option B x cube j4 of x, option C x cube j2 of x, option D minus x cube j2 of x. Okay, so go for the recurrence relation. D by dx of x power n jn of x, this will be equal to x power n jn minus 1 of x. ഇങ്ങനെയാണ്. Okay, this is a relation that will be equal to, so നമ്മുടെ ഇവിടെ ഉള്ളത് n equal to 3 ആണ് അല്ലേ? If you substitute n equal to 3, you get just x cube j3 minus 1, that is j2 of x. Which option? Option C. Okay, so ഒരു 4 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ, അതുകൂടെ നമുക്കൊന്ന് തീർക്കാം വേഗം. So the ninth one. So this is from legendary polynomial. ഞാൻ എൻ്റെ പ്രോപ്പർട്ടി പറയാം, നിങ്ങളിപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഇത്രയും നമ്മൾ ചെയ്തയാ. സോ ചിലപ്പോൾ അന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. -1 to +1 p3 of x whole square dx is a, it's a gate question
2/3 B, 2/5 C, 2/7 ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കേ D 1/5. So go for the orthogonality relation -1 to +1 Pm of x Pn of x dx equal to 2 upon 2n plus 1 or n plus 1. That's up to you, no problem. Delta mn. ഇതാണ് നമ്മുടെ ഓർത്തോഗണാലിറ്റി റിലേഷൻ. ഇവിടെ എന്താണ് P3 ആണ് ചോദ്യം. So -1 to +1 P3 of x P3 of x അതല്ലടാ P3 സ്ക്വയർ dx എന്ന് വെച്ചാൽ എന്താണ് n ന്റെ വാല്യൂ 3 ആണ്. So 2/2 into 3 plus 1. Delta mn is 1. So 2 upon 7. That's it. അപ്പോൾ ഇവിടെ ഈ പോളിനോമിയലിന്റെ ഓർഡർ മാറ്റി തരും. P4 ഓ P5 ഒക്കെ തരും. ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്താൽ കിട്ടാൻ മാത്രം മതി. സിമ്പിൾ ആണ്. ഓക്കെ. So next 10th question. Suggest the solution of 1 minus x square d square y by dx square minus 2x dy by dx ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്? പ്ലസ് 6y equal to 0. അവിടെ പെട്ടു. മറ്റേത് കണ്ടുവന്നപ്പോൾ ലെജൻഡർ പോലെ തോന്നി. പ്ലസ് 6y equal to 0. The solution is option Pn of x. I'm sorry. P0 of x. Option B P1 of x. Option C P2 of x. Option D P3 of x. നമ്മുടെ ജനറൽ ആയിട്ടുള്ള ലെജൻഡറിന്റെ ഇക്വേഷൻ എന്താണ്? 1 minus x square d square y by dx square minus 2x dy by dx plus n into n plus 1 into y equal to 0. അപ്പൊ ഇവിടെ ആരെയാടാ മാറ്റി കളഞ്ഞിരിക്കുന്നത്? ഈ n into n plus 1 ആണ്. So comparing with the general equation, you get n into n plus 1 equal to 6. We know these have only positive, integer values. So n into n plus 1, it should be n should be this. Once you solve, your n should be 2. So our answer will be P2 of x. Okay. P2 of x. Now the second last question, which is 11th one. Express the polynomial in terms of Hermite polynomial. നിങ്ങൾ ലെജൻഡറിൽ ഞാനത് ചെയ്തു തന്നിട്ടുണ്ട്. അറിയാന്നുള്ളവർ ചെയ്തോളൂ. ഓർമ്മയില്ലാത്തവർക്ക് ഞാൻ ചെയ്തു തരാം. The first question is 64x power 4 plus 8x cube minus 32x square plus 40x plus 10. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇതിനെ ഞാൻ f of x എന്ന് എടുക്കുകയാണ്. f of x is equal to 64x power 4 plus 8x cube minus 32x square plus 40x plus 10. ഓക്കെ. എനിക്ക് എപ്പോഴും അത് എഴുതാൻ പഠിച്ചിട്ട് f of x എന്ന് ഞാൻ എടുത്തു. ഇനി നമുക്ക് ഇതിനെ എന്തിന്റെ ടേമിൽ എഴുതണം? ലെജൻഡർ പോളിനോമിയലിന്റെ ടേം, ഹെർമൈറ്റ് പോളിനോമിയലിന്റെ ടേമിൽ എഴുതണം. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഐ എം ജസ്റ്റ് ടേക്കിംഗ് പവർ 4 പോകണം. ഹെർമൈറ്റ് പോളിനോമിയലിന്റെ പവർ 4 പോകുന്ന ഏതിലാണ്? 4th ഓർഡറിലാണ്. Therefore I am taking it as A4H4 plus A3H3 plus A2H2 plus A1H1 plus A0H0. ഓക്കെ. ഇനി നമ്മുടെ പോളിനോമിയൽസിന്റെ വാല്യൂസ് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് ഓർമ്മ വേണം. അതിനാണ് ഞാൻ നേരത്തെ കുറച്ച് എഴുതി തന്നത്. വാട്ട് ആർ ദ വാല്യൂ? H0 of x is 1, H1 of x is 2x, H3 of x is SAR. What if we forgot? Rodriguez formula വെച്ചിട്ട് ചെയ്തെടുക്കണം.
h2 of x is equal to 4x square minus 2. ഇതൊക്കെ കാണാതെ പഠിക്കുക. ക്വാണ്ടം മെക്കാനിക്സിലും നമുക്ക് വേണ്ടതാണിത്. h3 of x is just 8x cube minus 12x, and h4 of x is 16x power 4 minus 48x square plus 12. Okay. ഇനി ഈ വാല്യൂ നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, ഒരു സ്റ്റെപ്പ് കൂടെ എഴുതണം, ഡയറക്റ്റ് പോണ്ട. ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് h4, if you substitute, that will be a4 into 16x power 4 minus a4 48x square plus a4 into 12 plus a3 into h3, that is 8a3 x cube minus 12a3 x plus a2 h2 4a2 x square minus 2a2 plus a1 h1, that is a1 into 2x h0 a0, so plus a0 is just h0 is just 1, therefore a0 is just a0. Now ഇത്ര എഴുതിയതിനു ശേഷം, അതായത് പോളിനോമിയൽസിന്റെ വാല്യൂ ഈ ജനറൽ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് കോയിഫിഷ്യന്റുകളെ കമ്പയർ ചെയ്യുക. ഇവിടെ നിങ്ങൾ നോക്കുക, എക്സ് പവർ 4 വരുന്ന ഇതാണ്, ഇവിടെ ഒരൊറ്റ ഇതേ ഉള്ളൂ. സോ 64 ഈക്വൽ ടു a4 into 16, that gives you your a4 value is just 4. അടുത്തത് എക്സ് ക്യൂബിന്റെ കമ്പയർ ചെയ്യുക, 8 ഈക്വൽ ടു എക്സ് ക്യൂബ് ഇവിടെ വരുന്നത് 8a3, that gives you your a3 equal to just 1. a3 is very simple, which is 1. Now you just equate the coefficient of x 4i x cube by x square. First you done x power 4, now x cube, now x square. So x square and the coefficient equate ചെയ്തു കഴിഞ്ഞാൽ, oh sorry for that, minus 32 ഇവിടെ എന്താ ഉള്ളത്, minus 48 a4 ഉണ്ട്, പിന്നെ 4a2 ഉണ്ട്, plus 4a2. So you get minus 32 will be equal to minus 48 a4 plus 4a2. a4 ന്റെ വാല്യൂ നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 32 plus 48 a4. a4 ന്റെ വാല്യൂ 4 ആണ്, equal to 4a2. That implies 4a2 equal to 48 into 4 is 192. So this is 160. So your a2 will be 40. Okay. So now equate the coefficient of x. X in the coefficient ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 40, ഇപ്പുറത്താണെങ്കിൽ minus 12aq, sorry a3 and 2a1. Substitute here. So x in the coefficient എടുത്തു കഴിയുമ്പോൾ you just get 40 equal to minus 12aq, sorry, minus 12a3 plus 2a1. a3 യുടെ വാല്യൂ 1 ആണ്, കൊടുക്കുക, 40 plus 12 equal to 2a1. So then solve here, you get your a1 value equal to 26. Now x power 0, അത് ലാസ്റ്റ് ഒരു ടേം മാത്രമേ ഉള്ളൂ, ജസ്റ്റ് 10 ആണത്. So 10 will be equal to, ഇപ്പുറത്ത് എന്താ ഉള്ളത്, a4 into 12 ഉണ്ട്, minus 2a2 ഉണ്ട്, പ്ലസ് ഒരു a0 ഉണ്ട്. ആ വാല്യൂസ് എല്ലാം കൊടുക്കുക. a4 ന്റെ വാല്യൂ 4 ആണ്, സോ 4 into 12 minus 2, a2 ന്റെ വാല്യൂ ഇവിടെ കിട്ടി 40, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്ലസ് a0. That implies your a0 will be equal to, ഇവിടെ ഇത് 48 ആണ്, സോ ഇവിടെ ഇത് 80 ആണ്, സോ ഇവിടെ ഒരു 32 വരും, ഇതപ്പുറം പോകുമ്പോൾ പ്ലസ് 10 42, സോ യു ഗെറ്റ് 42. സോ നമ്മുടെ കോയിഫിഷ്യൻസ് എല്ലാം കിട്ടിയിട്ടുണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ ജനറൽ എക്സ്പ്രഷൻ. ആദ്യം നമ്മൾ എഴുതിയ എക്സ്പ്രഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ദാറ്റ് വിൽ ഗിവ്സ് യു യുവർ f of x will be equal to a4 4 h4 plus a3 which is 1 h3 plus a2 which is 40 h2 plus a1 26 h1 and finally a0 is 42 h0.
So this is the given polynomial in terms of Hermite. Okay. And we can stop the discussion with one more question. The final one. Same. Polynomial tharam. You just try. F of x is equal to 8x cube plus 8x square minus 6x plus 2. Okay. F of x is equal to A3H3 plus A2H2 plus A1H1 plus A0 H0. A3 into H3 value namakkariyam 8x cube minus 12x ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 8x cube minus A3 12x plus A2. H2 ന്റെ വാല്യൂ അറിയാം 4x square minus 2. So 4x square minus 2 A2 into 2 plus H1 of x നമുക്കറിയാം 2x ആണ്. So A1 into 2x. H0 is just 1. So A0. Now comparing the coefficient, you get 8 A3 equal to just 8. That gives you your A3 is equal to 1. Next, comparing the coefficient of x square, you get again 8 equal to 4A2. That gives you your A2 value is just 2. Now comparing the coefficient of x, that is minus 6. Minus 6 is equal to minus 12A3 plus 2A1. That is equal to, that imply minus 6 equal to A3 value 1 ആണ്. That is equal to minus 12 plus 2A1. ഇത് അപ്പുറം പോകുമ്പോൾ 6 ആവും. By 2 is 6. That means your A1 equal to just 6. And finally the constant term ഇവിടെ എന്താണ് 2 ആണ്. 2 equal to ഇപ്പുറത്തുള്ള constant term minus 2A2 plus A0. That implies your A0 will be 2 plus 2A2. A2 ന്റെ value 2 ആണ്. So you get just 6. അല്ലേ? So I have some A1 ൽ എന്തെങ്കിലും തെറ്റുണ്ടോ? 6. 2A1 is 6 and this is 6 by 2, which is 2A1 is 6 and A1 is just 3. That's it. So finally our f of x is ready. F of x is equal to just ഈ values അങ്ങോട്ട് കൊടുത്താൽ പോരെ. A3 1 ആണ്. അപ്പോൾ H3 of x plus A2 ന്റെ വാല്യൂ 2 ആണ്. 2H2 of x plus A1 ന്റെ വാല്യൂ what about A1? 3 ആണ്. So 3H1 of x plus finally 6H0. Okay. That's it. I'm sorry, we have 2 more questions. Lager polynomial എന്നുള്ള ഒരു question കൂടെ ഉണ്ട് and from Hermite. It's a previous question. Gate. Minus infinity to infinity. രണ്ട് പാർട്ട് ആണ് സെയിം ക്വസ്റ്റ്യന്റെ e raised to minus x square h20 of x. I'm sorry, h20 of x h10 of x dx is എന്തായിരിക്കും? നമ്മുടെ കണ്ടീഷൻ എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി e raised to minus x square hn of x hm of x dx equal to 2 power n n factorial root pi delta mn. If m equal to n, this will exist. Otherwise, this will be 0. ഇവിടെ നിങ്ങൾ നോക്കണ 20 ഉം 10 ഉം ആണ്. Therefore, this answer will be 0. Next question and a sub question ആണ്. What about minus infinity to plus infinity e raised to minus x square h4 of x whole square dx. ഇത് നമുക്ക് സെയിം ഇക്വേഷൻ വെച്ചിട്ട് ഓർത്തോഗണാലിറ്റി ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സോ യുവർ n വാല്യൂ ഈസ് ഐഡന്റിഫൈഡ് ടു ബി 4 അല്ലേ? m ഉം 4 ആണ്. therefore 2 raised to 4 4 factorial root pi 2 raised to 4 is just 16. 4 factorial is 24. So this will be 240 plus 144 which is 3
84 root 5. Okay. So the last question, which is from our Laguerre polynomial. The value of L3 prime of x is where L3 of x is given by, it is given 1 by 6 minus x cube plus 9x square minus 18x plus 6. They are given this question. Okay. Du. Just derivative, take the derivative. Derivative ആണ് മാത്രമേ ഉള്ളൂ അതിനകത്തുള്ളൂ. Suppose you are not giving this Laguerre polynomial, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്താ ചെയ്യണ്ടേ? You have ln of x in the expression ഉണ്ട്. എന്താ? e raised to x by n factorial dn by dx power n x raised to n e raised to minus x. ഇത് ഉപയോഗിച്ച് L3 ഇട്ട് കൊടുക്കുക, കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. നമുക്കിവിടെ L3 നേരത്തെ ഞാൻ എഴുതി തന്നിട്ടുണ്ട്. ജസ്റ്റ് ടേക്ക് ദ ഡെറിവേറ്റീവ് L3 of x, that will be 1 by 6 minus 3x square plus 18x minus 80. Okay, so that's it. This is the solution. Okay, so we are ending our discussion here. This is all about our special function. നമ്മുടെ special function ഇവിടെ complete ആവുകയാണ്. അതിന്റെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ കുറെ കാലം മുന്നേ തുടങ്ങിയതാണ്, ലാഗ് ആയിപ്പോയി. ദെൻ വി വിൽ സ്മൂത്ത്ലി ഗോ ടു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പേപ്പർ തെർമ ആണല്ലോ, അത് 1 by 1 ആയിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യും. ഓക്കെ.